അല്ല അൽമിഷ് ആ തേങ്ങൊക്കെ നല്ലോണം വില കൂടിക്കണല്ലോ. എന്നാ നാളെ മുതൽ നടക്കാൻ ഇറങ്ങണല്ലോ. എന്നാ പിന്നെ എനിക്ക് മറ്റന്നാ നടക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അല്ല യൂസുഫ് അലിയെ ഇതെന്തോ ഒഴിഞ്ഞിരിക്കണോടെ? ഒന്നുമില്ല, നിങ്ങൾ ഇതിത്തെ വാർത്ത കേട്ടോ, ഞാൻ കുറെ ചിരിച്ചു. അതല്ലേ ചിരിക്കാൻ മാത്രമുള്ള കോമഡി ഇപ്പൊ എന്താണ് പത്രത്തില്? അതായത് ഈ അന്ധവിശ്വാസ നിർമാർജന നിയമം കൊണ്ടുവരുന്നു. അതിനെന്തത്ര ചങ്ങ ഇത്ര ചിരിക്കലത്? അത് നല്ലതല്ലേ? നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് അൽവിഷമായി ജീവിക്കുന്നത്? ഇത് 2024 കേരളം എന്ന് പറഞ്ഞ സമ്പൂർണ്ണ സാക്ഷരതയുള്ള ഒരു സ്റ്റേറ്റ്. പിന്നെ ആണെങ്കിലോ വിവരം വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ. എന്നിട്ട് ഇതൊക്കെ നിയമമാക്കി കൊണ്ടുവന്നിട്ട് വേണം. അങ്ങനെയാണെങ്കിൽ ഇത്ര കാലം കൊടുത്ത വിദ്യാഭ്യാസം കൊണ്ട് ജനങ്ങൾ എന്ത് നേടിയത്? എന്താണ് സ്റ്റേറ്റ് ഇപ്പോൾ കൊണ്ടുള്ള ഗുണം? അന്ധവിശ്വാസം വിദ്യാഭ്യാസമായിട്ട് ഒരു ബന്ധമല്ലേ ഞങ്ങൾ? അതെന്താ കൂട്ടട്ടെ അങ്ങനെ ഒരു ടോക്ക്? അങ്ങനെയാണ് ഇവർക്കൊക്കെ എന്തിനാ വിദ്യാഭ്യാസം കൊടുക്കണേ? വിദ്യാഭ്യാസം എല്ലാം ഞങ്ങൾ ഈ ശ്രീഹരിക്കോട്ടയെന്നും തുമ്പയെന്നൊക്കെ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോഴേ അതിൻ്റെ അടിയിൽ പച്ചമുളകും ഈ മറ്റേ നാരങ്ങയൊക്കെ കൊണ്ട് തിരികണത്. അപ്പോൾ അതാ പറയണത് അതിലൊന്നും വലിയ കാര്യമില്ല. അത് പറഞ്ഞിട്ട് കാര്യം കൂട്ടേട്ടാ, നമ്മൾ നന്നാവില്ല, ഇത് ഇങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ. പിന്നെ എന്തായാലും ഇനി നാളത്തെ കാര്യങ്ങൾ മറക്കണ്ട, നാളെ രണ്ടാൾ കൂടെ വരുന്നുണ്ട്. നാളെ എന്താ കാര്യം? അല്ല മനുഷ്യ, അപ്പൊ നിങ്ങൾ മറന്നോ? നാളെ നമ്മൾ യൂട്യൂബ് ചാനലിലെ ഓഫീസിനുള്ള ബിൽഡിങ്ങിന്റെ കുറ്റിയടിക്കലല്ലേ? അത് യൂസുഫ് അലി നാളെ 10 മണിക്കല്ലേ? അത് ഞാൻ കറക്റ്റായിട്ട് എത്തിക്കോളാം. അത് 10 മണിക്കല്ല, ഞാൻ പറയാൻ മറന്നുപോയി, 9 മണിക്കാണ്. അതെന്ത് പറ്റി? ഞാനേ ഇന്നലെ അവിടെ മൂത്താശാരി ഒന്ന് കണ്ടു. അപ്പോൾ അതിന് പ്ലാനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് മൂപ്പരാന്നേ വാസ്തുപ്രകാരം എന്തൊക്കെ പ്രശ്നത്തിന് അളവിൽ. അപ്പോൾ മൂപ്പര് നാളെ വന്ന് ശരിയാക്കി തരാറുണ്ട്. അപ്പോൾ രാവിലെ 9 മണിക്ക് മൂപ്പർക്ക് ഒഴിവുള്ളൂ. അപ്പോൾ ആ നേരത്തേക്ക് നമ്മൾ എത്തണം. ഇജി എന്തൊക്കെ ചിലയുടെ ചങ്ങ ഇത്ര നേരം പെടുന്ന ചലിച്ചേന്ന്? ഈ 4-5 വർഷം പഠിച്ച് വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്ത ഈ എഞ്ചിനീയർമാർ വരച്ച വര എനിക്ക് ശരിയാവൂല. പിന്നെ എനിക്ക് ഈ മൂത്താശാരിയുടെ വാസുഭൂഷണെ കണ്ടാലേ ശരിയാവുള്ളൂ. നിങ്ങൾക്ക് അതൊക്കെ പറയാം, കായ് മുടക്കണ നമ്മളാ. വല്ല തട്ടുകളും വന്നാലേ നമ്മളെ കായാണ് പോവുക. എല്ലാ അലവലാതകളെയും കഥ തന്നെയാണ്. പിന്നെ എങ്ങനെ കേരളം നമ്മളാണ്?